ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നാം പല സ്ഥലത്തും യാത്ര പോകുന്നവരാണ്. നമുക്ക് അറിവുള്ള സ്ഥലങ്ങളിലും അറിവില്ലാത്ത സ്ഥലങ്ങളിലും യാത്ര പോകാറുണ്ട്. പോകേണ്ട സ്ഥലത്തേക്കുള്ള വഴി അറിയാതെ കഷ്ടപ്പെടുന്നവർക്ക് വഴികാട്ടിയായി റോഡിൻ്റെ വശങ്ങളിലായി ചൂണ്ടുപലകകൾ കാണാറുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. അതിൽ നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ പേരും ദിശയറിയുന്നതിന് വേണ്ടി ആരോ മാർക്കും അവിടെ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് എന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനുള്ള ഒരു വഴികാട്ടിയാണ്. അത് നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്നു. അങ്ങനെ വഴികാട്ടിയായ ഈ ബോർഡ് അനേകരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നുണ്ട്. എങ്കിലും ഇത് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല. അതിൻ്റെ കാരണം ചൂണ്ടുപലകകൾ അചേതനങ്ങളാണ്. അത് അവിടെ തന്നെ നിന്നേ മതിയാകൂ. അതിൻ്റെ ലക്ഷ്യം വഴിയറിയാത്തവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ്. കേവലം ഇതുപോലെയുള്ള ഒരു വഴികാട്ടിയാണോ നമ്മൾ ഓരോരുത്തരും എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ഉപദേശിക്കാറുണ്ട്, അവരെ നന്മയിലേക്ക് നയിക്കാറുണ്ട്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ നന്മയിലൂടെയാണോ പോകുന്നത്? അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യം വളരെ പ്രസക്തമാണ്. അവിടെ പറയുന്നു, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, അചേതനങ്ങളായ ചൂണ്ടുപലക പോലെയല്ല ജീവനും ചൈതന്യവുമുള്ള മനുഷ്യൻ. അവർ മറ്റുള്ളവർക്ക് നന്മയുടെ ദൈവീകമായ മാർഗം പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ അവരുടെ പ്രവൃത്തിയും ജീവിതവും മറ്റുള്ളവർക്ക് നല്ല മാതൃകയുള്ളതായിരിക്കണം. ചിലർ എല്ലാവർക്കും നല്ല വഴി കാണിച്ചു കൊടുക്കും. എന്നാൽ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ അവർ യാത്ര ചെയ്യാറില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി ഒരു നല്ല വഴികാട്ടി അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ് 1 തീമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 1, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. അതെ, ആരും നമ്മുടെ ജീവിതത്തെ പുച്ഛിക്കാനോ നിന്ദിക്കാനോ തുച്ഛീകരിക്കാനോ അവസരം കൊടുക്കാതെ നല്ല മാതൃകയുള്ള ജീവിതം കാഴ്ചവെക്കണം. 2, വാക്കിലും നടപ്പിലും എല്ലാവർക്കും മാതൃകയായിരിക്കണം. വഴികാട്ടി പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ നല്ല മാതൃകയുള്ള ജീവിതം നയിക്കണം. 3, സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 13-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ നാം മറ്റുള്ളവർക്ക് എല്ലാ വിധത്തിലും നല്ല മാതൃകയുള്ള വഴികാട്ടികളായി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരായി ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.